Hi everyone. In last class we have studied meter bridge, right? Meter bridge and how you can find out the unknown resistance using meter bridge. Meter bridge പോലെ അടുത്തൊരു ഡിവൈസ് ഒരു ടൂൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് which is called potentiometer. Okay? Potentiometer എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. This is a potentiometer. See this? ഇതാണ് arrangement. എന്താണെന്ന് നോക്കിക്കോളൂ. It's just a wooden plank and a wire of uniform cross section. ഇവിടെ wires ഉണ്ട്. Okay. It's of uniform cross section. ഇവിടെയുള്ള വയറിൻ്റെ ലെങ്ത് 10 മീറ്റർ ആണ്. അതായത് ഒറ്റ വയറായത് ഇവിടെ തുടങ്ങി ഇവിടുന്ന് ക്ലാമ്പ് ചെയ്തു ചുറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു 10 മീറ്റർ ലെങ്ത്തുള്ള യൂണിഫോം ക്രോസ് സെക്ഷൻ വയറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലാംപ്ഡ് ഓവർ എ വുഡൻ പ്ലാങ്ക് ആൻഡ് to measure the balancing length, like meter bridge. In meter bridge also we are taking the balancing length. Similar way here also we have to take balancing length. Balancing length കിട്ടുമ്പോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു 1 മീറ്റർ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ എൻ്റയർ സെറ്റപ്പിനെയാണ് പൊട്ടൻഷ്യോ. ഇത്രയേ ഉള്ളൂ പൊട്ടൻഷ്യോമീറ്റർ. ആൻഡ് വൺ മോർ തിങ് ഐ എം സ്ട്രെസ്സിങ് യു, ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഹാവ് ഓൾ ദ പൊട്ടൻഷ്യോമീറ്റർ 10 meter length. Okay, it can be 8 meter also. ഈ വയർ 8 മീറ്റർ ആയാലും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ അറേഞ്ച്മെൻറ്റിനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ ഒരു വയർ ലെങ്ത്തിൽ ക്ലാമ്പ് ചെയ്ത് വെക്കുന്നതിനാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഗോ ടു ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പൊട്ടൻഷ്യോമീറ്റർ. അതെന്താ നോക്കാം. ഓക്കെ, പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പൊട്ടൻഷ്യോമീറ്റർ ഇറ്റ്സ് വെരി സിമ്പിൾ. സപ്പോസ് യു ഹാവ് ടു ഫൈൻഡ്, യു ഡോണ്ട് ഹാവ് എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ EMF ഓഫ് ദി സെൽ. ഇതൊരു സെല്ലാണ്. എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് ഡീറ്റെയിൽ ആയി പറയും. ഇതൊരു പ്രൈമറി സെല്ലാണ്. ഇതിൻ്റെ EMFനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധമില്ല. വാട്ട് ഈസ് എ വാല്യൂ, വാട്ട് ഈസ് എ റേഞ്ച് ഓഫ് ദ വാല്യൂ. ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ സെൽ, you just connect it with potentiometer. After connecting, you take the balancing length like in meter bridge using jockey. When you are sliding over it, you will get finally a null deflection in galvanometer, right? Using that, you can find out the balancing length. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ബാലൻസിങ് ലെങ്ത് കിട്ടിയോ? യെസ്, ആ ബാലൻസിങ് ലെങ്ത് ഇറ്റ് ഈസ് എക്സാക്ട്ലി പ്രൊപ്പോർഷണൽ ടു EMF ഓഫ് ദാറ്റ് സെൽ. ഓക്കെ, this is the principle behind potentiometer. Potentiometer is an arrangement, but still what is the principle behind it? The EMF of any cell is directly proportional to the balancing length obtained from the potentiometer. Clear? Yes, that is the principle. ഇനി നമ്മൾ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. That means we had to study using this potentiometer. We had to do 2 experiments. This is very important in the practical as well as theory point of view. 5 marks question regular ആയി വരുന്ന സെക്ഷൻ ആണ്. ഒന്ന് മീറ്റർ ബ്രിഡ്ജ്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ. എന്തായാലും ഇതിലൊന്ന് എക്സാമിന് ഷുവറാണ്. കാലങ്ങളായി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതർ പ്രോബ്ലം ആയിരിക്കാം, പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നത്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് യു ആർ ഡൂയിങ് പ്രാക്ടിക്കൽ ഓൾസോ. അപ്പോൾ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ പൊട്ടൻഷ്യോമീറ്ററിൽ 2 ആപ്ലിക്കേഷൻ വി ഹാവ് ടു ഡിസ്കസ്. 2 എണ്ണം നമുക്ക് ചെയ്യാനുണ്ട്. അതിലൊന്ന് 2ഉം പ്രാക്ടിക്കൽ ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ ഈസ് ടു കമ്പയർ ദ EMF ഓഫ് 2 സെൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ 2 സെല്ല്, ഈ 2 സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കമ്പയർ ദ EMF കണ്ടുപിടിക്കുകയല്ല, കമ്പയറിങ് ദ EMF ഓഫ് 2 സെല്ലാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽ, വൺ ഓഫ് ദ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി കാണും. അങ്ങനെ 2 എക്സ്പെരിമെൻ്റാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വി ഹാവ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ടു കമ്പയർ ദ EMF ഓഫ് 2 സെൽസ്. അപ്പോൾ അത് ആദ്യം നോക്കാം. ഇനി പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സർക്യൂട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു കമ്പയർ ദ EMF ഓഫ് 2 സെൽ. ഇവിടെ എടുത്ത 2 സെല്ലുകൾ ആരാന്ന് പറയാം. യൂഷ്വലി നമ്മൾ ലാബിൽ ചെയ്യുന്ന സെൽസ്, ഒന്ന് ലഗ്രാഞ്ചെ സെൽ, ഫസ്റ്റ് വൺ ഈസ് ലഗ്രാഞ്ചെ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡാനിയൽ സെൽ. അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഡീപ്പായിട്ടൊന്നും ഇപ്പം നോക്കണ്ട, നോക്കിക്കോളൂ. ഒന്ന് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച അതേ കാര്യം. നെക്സ്റ്റ് വൺ ലഗ്രാഞ്ചെ സെൽ. അങ്ങനെ 2 സെൽസ് ഉണ്ട്. ഈ 2 സെൽസിൻ്റെ EMFs കമ്പയർ ചെയ്യാൻ പോവാണ്. EMF നിങ്ങൾക്ക് അറിയണമെന്നില്ല കമ്പയർ ചെയ്യാൻ, പൊട്ടൻഷ്യോമീറ്റർ മാത്രം മതി നമുക്ക്. ഓക്കെ, സോ ഇതിൻ്റെ EMF കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് നോക്കുക. ആദ്യം തന്നെ ഇത് കണക്ട് ചെയ്യല്ല.
ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നതിന് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇനീഷ്യലി അത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഇൻപുട്ട് കൊടുക്കണ്ടേ? ആ ഇൻപുട്ടാണ് ഇത്, ബാറ്ററി എലിമിനേറ്റർ. ഈ ബാറ്ററി എലിമിനേറ്റർ ഈ പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഇതിൽ ഇതേപോലെ നോബ് ഉണ്ട്. ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വോൾട്ടേജിൽ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ യു ആർ സെറ്റിംഗ് ഇറ്റ് ഫോർ 6 വോൾട്ടേജ് ഓർ 4 വോൾട്ടേജ്. ഇപ്പോൾ 4 വോൾട്ടേജിൽ ഞാനത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എൻഡ്, പോസിറ്റീവ് എൻഡ് ഒരു സൈഡിലേക്ക് കൊടുക്കും സെല്ലിൻ്റെ, നെഗറ്റീവ് എൻഡ് ഇതൊന്ന് വേരി ചെയ്യണമല്ലോ. നമുക്ക് ഡിഫറെൻറ്റ് ട്രയൽ എടുക്കണമെങ്കിൽ അത് വേരി ചെയ്യണം. വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അറേഞ്ച്മെൻ്റാണ് ഇത്, റിയോസ്റ്റാറ്റ്. ഓക്കെ, ഈ റിയോസ്റ്റാറ്റിലേക്ക് ഈ സെല്ലിൻ്റെ മറ്റേ എൻഡ് നമ്മൾ കൊടുക്കും. ഈ ഫൈനൽ എൻഡ് തിരിച്ചു വരും. അതായത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഒന്നുകൂടി പറയാം, ഇവിടെ നിന്ന് സെല്ലിലേക്ക് കൊടുക്കുന്നു, സെല്ലിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക് കൊടുക്കുന്നു, റിയോസ്റ്റാറ്റിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലേക്ക്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ എന്തായി? പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിനെ വെച്ചിട്ട് കമ്പാരിസൺ ഓഫ് EMF നടത്താം. ഓക്കെ, ഈ പൊട്ടൻഷ്യോമീറ്റർ പറയുമ്പം പറയേണ്ട കാര്യം ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ഇതിനൊരു 4 വോൾട്ടേജ് ഉണ്ടല്ലോ. ഈ 4 വോൾട്ടേജ് അല്ലേ ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലേക്ക് കൊടുക്കുന്നത്? ശ്രദ്ധിക്കുക. സോ ഈ 4 ഈസ് ഗിവൺ ടു ദിസ് 10 meter. That means 4 voltage is given to that 10 meter wire. 10 meter എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാ? 1000. ഓക്കെ, അപ്പോൾ 1000 സെൻറ്റിമീറ്ററിലേക്ക് ഈ 4 വോൾട്ടേജ് കൊടുത്താൽ 1 സെൻറ്റിമീറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? വിച്ച് ഈസ് 0.004 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ. കിട്ടിയോ? ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം. പൊട്ടൻഷ്യോമീറ്റർ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഐഡിയ വേണം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സോ പൊട്ടൻഷ്യോമീറ്ററിലെ ഇപ്പം ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് 4 വോൾട്ടേജ് ആണെങ്കിൽ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.004 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഒരു റഫായിട്ട് നമുക്ക് കിട്ടിയത് 4/1000 സെൻറ്റിമീറ്റർ, 4 വോൾട്ട് ബൈ 1000 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. സോ 0.004 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ. ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടർ വോൾട്ടേജ് വി ആർ സപ്ലൈയിങ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 1000 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വയറാണ്. ഈ ക്വാണ്ടിറ്റീനെ ഞാനൊരു പേരിട്ട് വിളിക്കും. ദാറ്റ് ഈസ് കോൾഡ് phi. What is phi? Potential of the potentiometer wire per unit length. Clear ആണോ? So whatever voltage you are giving is actually distributing over that 10 meter line. So 1 സെൻറ്റിമീറ്ററിന് ഉണ്ടാവുന്ന പൊട്ടൻഷ്യലാണ് ഇത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് phi, പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. RCM ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെ ഫൈയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Okay, let us move on to the circuit diagram. See what is a circuit. So phi എന്താന്ന് ക്ലിയർ ആണല്ലോ? പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്. So I am going to draw the circuit diagram of this one. ഇത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കാറ് സാധാരണ. This point I am calling as A, starting point അല്ലേ? ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂ. കാരണം 1000 സെൻറ്റിമീറ്റർ വയറിനെ ഏകദേശം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത സെല്ലുണ്ടല്ലോ, ബാറ്ററി എലിമിനേറ്റർ, ഈ സെല്ല് അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഒരു റിയോസ്റ്റാറ്റ് ഉണ്ടല്ലോ, റിയോസ്റ്റാറ്റ് ഇൻപുട്ടിലെ റിയോസ്റ്റാറ്റാണ് ഈ കാണിച്ചത്. ആൻഡ് വൺ മോർ കീ, ഒരു കീ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ക്ലോസിങ്. ഇത്രയാണ് നമ്മൾ പ്രൈമറി സെറ്റപ്പ്. പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് പൊട്ടൻഷ്യോമീറ്ററിനെ ഫെഡ് ചെയ്യുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സർക്യൂട്ടാണ് ഇത്. ഓക്കെ, ഇതിലേക്കാണ് നമ്മൾ സെൽസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ 2 പ്രൈമറി സെൽസ്. ആ 2 പ്രൈമറി സെൽസിൻ്റെ സർക്യൂട്ടാണ് നെക്സ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഈ പ്രൈമറി സർക്യൂട്ടിനെ ഇതിന് ഞാൻ പേര് കൊടുക്കാം സർക്യൂട്ടിന്. ഇത് A പോയിൻറ്റ് ആൻഡ് ദിസ് പോയിൻറ്റ് B, ദിസ് പോയിൻറ്റ് B, C. നമ്മൾ കുറച്ച് ജംഗ്ഷൻസിന് പേര് കൊടുത്തു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മളെ സെല്ല്, 2 EMF സെൽ,
that means cell of EMF epsilon 1 and cell of EMF epsilon 2 I am going to draw here. See, this is first cell of EMF epsilon 1 and this is next cell which is of EMF epsilon 2. ഇത് രണ്ടും കൂടി നമുക്ക് at a time കണക്ഷൻ കൊടുക്കാൻ പറ്റും. അതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. That is called, this arrangement is called two-way key. What is it? Two-way key. അതായത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കണക്ഷൻ കൊടുക്കും. ബട്ട് at a time നമ്മൾ ഇതിൽ ടെർമിനൽ ഇട്ടാൽ ഇത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഇതിലേക്ക് ടെർമിനൽ കീ ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെ at a time നമുക്ക് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റാണ് ഈ two-way key. ഇനി അവിടെ നിന്ന് നടുവെന്ന് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ആ കണക്ഷൻ പോകുന്നതാണ് ഗാൽവനോമീറ്റർ ആൻഡ് ഫൈനലി ജോക്കി. ഓക്കെ, ഇനി ഈ ഗാൽവനോമീറ്റർ ആൻഡ് ബാലൻസ് ലെങ്ത് എടുക്കുമ്പോൾ ആക്ച്വലി ഇവിടെ രണ്ട് സമയത്ത് രണ്ടെണ്ണമായിട്ട് എടുക്കണേ. ആദ്യം സെല്ല് 1ൻ്റെ എടുക്കും, പിന്നെ സെല്ല് 2ൻ്റെ എടുക്കും. അപ്പോൾ ആദ്യം സെല്ല് 1ൻ്റെ ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ടൈമിൽ. സെല്ല് 1ൻ്റെ അക്രോസ് ഉള്ള ഈ പോയിൻ്റ് N1 എന്ന് വിളിക്കും. നെക്സ്റ്റ് ബാലൻസ് ലെങ്ത് എടുക്കുമ്പോൾ ആ പോയിൻറ്റിനെ N2 എന്ന് വിളിക്കുകയാണ്. സോ രണ്ട് പോയിൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്യൂട്ട് നോക്കുക, ഈ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സീ ദിസ് വൺ, ഹിയർ ആർ 2 സെൽസ് അല്ലേ. ഈ 2 സെൽസിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റിന്ന് നമ്മൾ നെഗറ്റീവ് പൊളാരിറ്റി, പോസിറ്റീവ് പൊളാരിറ്റി രണ്ടും നമ്മൾ സെല്ലിൻ്റെ ഇവിടുത്തെ പോസിറ്റീവ് എവിടെയാണോ അവിടേക്ക് കൊടുത്തു. നെഗറ്റീവ് പൊളാരിറ്റിയാണ് ഇതിലേക്ക്. ദിസ് ഈസ് കോൾഡ് two-way key. നോക്കണേ, two-way key ആണ്. കണ്ടോ, ഇവിടെ രണ്ട് കീസ് കണക്റ്റഡ് ആണ്. ഇവിടെ രണ്ട് കണക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ദിസ് ഈസ് കോൾഡ് two-way key. നോക്കി വെച്ചോളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നോക്കിക്കോളൂ. ഈ രണ്ട് സെൽസിൻ്റെയും പോസിറ്റീവ് ടെർമിനൽ ഇവിടുന്ന്, ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇതിൻ്റെ പോസിറ്റീവ് വരുന്നത് ഇതാണ്. ആ രണ്ട് പോസിറ്റീവും കൂടി എടുത്തിട്ട് സെല്ല് നമ്മൾ ഇവിടെ എവിടെയാണോ പോസിറ്റീവ് കൊടുത്ത് അവിടേക്ക് കണക്ഷൻ വരും. നെഗറ്റീവ് കണ്ടോ, അതാ നോക്കൂ, രണ്ട് പോസിറ്റീവ് കൂടി ഈ സെല്ലിൻ്റെ പോസിറ്റീവ് എവിടെയാണോ കൊടുത്ത് അവിടേക്ക്. ഓക്കെ, ഇനി അടുത്തത് ഈ ബാറ്ററി എലിമിനേറ്റർ കൊടുത്ത അവിടേക്ക് കേട്ടോ. ഇനി നെഗറ്റീവ്സ് അല്ലേ ബാക്കിയുള്ളത്, ആ രണ്ട് നെഗറ്റീവ്സ് കൂടി ഈ two-way keyൻ്റെ രണ്ട് എഡ്ജസിലേക്ക് കൊടുക്കും. പിന്നെ മിഡിലുള്ള കണക്ഷൻ ഗാൽവനോമീറ്ററിലേക്ക്, അതാണ് അടുത്ത കണക്ഷൻ വരുന്നത്. നോക്കിക്കേ, മിഡിലുള്ള കണക്ഷൻ ഗാൽവനോമീറ്ററിന് ഫൈനലി കോണ്ടാക്റ്റിനുള്ള ആരാണ്? ജോക്കി. അപ്പോൾ ഇത്രയാണ് കണക്ഷൻ വരുന്നത്. ഈ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡറി സർക്യൂട്ടാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററിന് വോൾട്ടേജ് ഫെഡ് ചെയ്യുന്ന സർക്യൂട്ടും, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ EMF, ആ സെല്ലുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് E1, അതായത് epsilon 1 ഫസ്റ്റ് സെല്ലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സെല്ലിൻ്റെ നെഗറ്റീവ് ഇവിടെയാണ് കൊടുത്തെങ്കിൽ ഞാൻ ഈ കീ എടുത്തിട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എന്തായി? ഈ സെല്ല് ഇൻക്ലൂഡഡ് ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബാലൻസ് ലെങ്ത് എടുക്കും. ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് സീറോ ഡിഫ്ലക്ഷൻ എന്താണോ അത് നോക്കും. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ അതിന് അക്രോസ് ഉള്ളത് ഒന്ന് നോക്കുക. ഇഫ് I is the potential per unit centimeter of the potentiometer wire, അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഫസ്റ്റ് ബാലൻസ് ലെങ്ത് ഈസ് ഫൗണ്ട് ടു ബി L1, L1 ഈസ് ദ ബാലൻസ് ലെങ്ത് കറസ്പോണ്ടിങ് ടു epsilon 1 ആയാൽ, സി ഈ epsilon 1 എക്സാക്ട്ലി ഈക്വലൻ്റ് ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എങ്കിൽ ഈ രണ്ടും ബാലൻസ്ഡ്, ദെയർ പൊട്ടൻഷ്യൽസ് ആർ ഈക്വൽ അല്ലേ? അങ്ങനെ വരുന്ന സമയത്തല്ലേ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുക. ഒന്നുകൂടി പറയാം, നമ്മളിങ്ങനെ നീട്ടിയിട്ട് ഇവിടെ ബാലൻസ് ലെങ്ത് എടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെങ്ത് സെഗ്മെൻറ്റ് അവിടെ ഇൻക്ലൂഡഡ് ആയി. ആ ലെങ്ത് സെഗ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ വെൻ ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഓഫ് ദിസ് സെൽ, then you can say if two potentials are matching, പിന്നെ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല. ഗാൽവനോമീറ്റർ വിൽ ഷോ നൾ ഡിഫ്ലക്ഷൻ. ഇതാണ് അവിടെ നടക്കുന്നത് പൊട്ടൻഷ്യോമീറ്ററിൽ. അതായത് പൊട്ടൻഷ്യോമീറ്റർ വയറിന് ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എക്സാക്ട്ലി ഈക്വലൻ ടു വാട്ട് എവർ പ്രൈമറി സെൽ വി ഹാവ്, then you can say the potentials are matching. That time galvanometer shows zero deflection.
അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് എവിടെയാണോ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കിട്ടുന്നത് അത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എക്സാക്ട്ലി ഈക്വൽ ആവുന്ന പോയിന്റ്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ സെൽ E1 അതായത് സെൽ ഓഫ് ε1 ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഈ ε1 എന്തിന് ഇക്വലൻ്റ് ആവുമ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അത്രയും ആ ഒരു പൊട്ടൻഷ്യലിന് ഇക്വലൻ്റ് ആവുന്ന കേസിലാണ് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ. ഇനി നമ്മുടെ ബാലൻസ് ലെങ്ത് L1 ആണല്ലോ അല്ലേ. ഫസ്റ്റ് സെല്ലിൻ്റെ ബാലൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ L1 ആണ്. അതിന് കറസ്പോണ്ടിങ് ബാലൻസ് ലെങ്ത് ആണ് L1. ഇനി ഈ L1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദാറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് സെഗ്മെൻറ്റ്. ശരിയല്ലേ? 5 എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഓഫ് 1 സെൻറ്റിമീറ്റർ ആണ്. അതിനെ L1 എന്ന് പറയുന്ന ബാലൻസ് ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? അത്രയും സെഗ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് 5 ഇൻറ്റു L1. മനസ്സിലായോ? 5 എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ പൊട്ടൻഷ്യലാണ്. ആ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ പൊട്ടൻഷ്യലിന് ഇപ്പോൾ എക്സാമ്പിൾ L1 നിങ്ങൾക്ക് 355 സെൻറ്റിമീറ്ററിന് കിട്ടി. ഫസ്റ്റ് സെല്ലിൻ്റെ ബാലൻസ് ലെങ്ത് 355. ആ 355 ഇൻറ്റു 1 സെൻറ്റിമീറ്ററിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും സെൻറ്റിമീറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കിട്ടിയല്ലോ. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എക്സ്റ്റേണൽ സെല്ല് അതായത് പ്രൈമറി സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പും സെയിം ആവുന്നതാണല്ലോ ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോഴല്ലേ ഗാൽവനോമീറ്റർ സീറോ ആവുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതാവുമ്പോഴല്ലേ ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ. ഈസ് ദാറ്റ് ക്ലിയർ? ഇവിടെയും കുട്ടികൾക്ക് നന്നായിട്ട് ഡൗട്ട് വരുന്ന സെക്ഷനാണ്, ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ദിസ് ഇക്വേഷൻ ഈസ് ഇക്വേഷൻ നമ്പർ 1 when we are including the first cell, that means with the EM of ε1. Okay, similarly next cell include ചെയ്യാം. നെക്സ്റ്റ് സെൽ ഇൻക്ലൂഡ് ചെയ്യാൻ 2-way കീയിൽ ഒരൊറ്റ ചേഞ്ച് വരുത്തിയാൽ മതി. ഈ സെൽ ഇൻക്ലൂഡ് ചെയ്യാൻ 2-way കീ ഈ കീ എടുത്ത് ഇവിടെ ഇടും. ഇപ്പം എന്തായി? രണ്ടാമത്തെ സെല്ല് ഇൻക്ലൂഡഡ് ആയി. അങ്ങനെയാണെങ്കിൽ whether we will get the same balancing length, the answer is no, because ഈ സെല്ലിൻ്റെ EMF ഡിഫറെൻ്റ് ആണ്. സോ വി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ബാലൻസിങ് ലെങ്ത്. അപ്പോൾ ആ ബാലൻസിങ് ലെങ്ത് ഏത് ലൂപ്പാണ്? നമ്മൾ എന്നല്ലേ തുടങ്ങിയേ. അപ്പോൾ ഈ ഒരു ലൂപ്പ് AGN2 എന്ന് പറയുന്ന ഈ ഒരു ലൂപ്പ് നോക്കുക. അപ്പോൾ ആ ലൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലത്തെ റിലേഷൻ വി ക്യാൻ റൈറ്റ് അഗെയിൻ. സോ what is L2? It is the balancing length corresponding to the cell with the EM of ε2. So what you will write here? എപ്പോഴാണ് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുക? ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി യു വിൽ റീഡ് ദ ബാലൻസ് ലെങ്ത് ആസ് സീറോ. ഹൗ? സോറി, നോട്ട് ബാലൻസ് ലെങ്ത്. ഫൈനലി യു വിൽ റീഡ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ആസ് സീറോ when the EMF is exactly equivalent to പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അത്രയും ബാലൻസിങ് ലെങ്ത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് ഇക്വലൻ്റ് ആകുമ്പോൾ. അപ്പോൾ അതെങ്ങനെ എഴുതും നമ്മൾ? രണ്ടാമത്തെ സെല്ലിൻ്റെ EMF ε2 ആണെങ്കിൽ വാട്ട് യു വിൽ റൈറ്റ്? സിമിലർലി E2. എപ്പോൾ? രണ്ട് മാച്ച് ചെയ്യണം അല്ലേ? പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പും ഇത് മാച്ച് ചെയ്യുക. അപ്പം നമ്മളെങ്ങനെ എഴുതും? ε2 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു L2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. So we got two equations. First one is ε1 first cell include ചെയ്യുമ്പോൾ. Second one is ε2 second cell include ചെയ്യുമ്പോൾ. ഇനി നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളത്. കമ്പാരിസൺ ഓഫ് EMF എന്നാണ് നമ്മളെ ഹെഡിങ്. സോ വാട്ട് യു ഷുഡ് ഡു? യു ഹാഡ് ടു ഡിവൈഡ് ദ ടു ഇക്വേഷൻസ്, റൈറ്റ്? സോ ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദ ടു ഇക്വേഷൻസ്. 1 divided by 2. So what you will get? ε1 by ε2 which is equal to phi of L1 by phi of L2. Here also like RGM cancel ചെയ്ത് പോയത് ഓർമ്മയുണ്ടോ? Similarly in the same way this phi can be cancelled. Potential drop per centimeter. phi എന്ന് പറയുന്നത് കാണുക എന്നുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, വാട്ട് എവർ EMF you have divide with 1000 അത്രയാണ്. എന്തായാലും അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല ബിക്കോസ് ഇറ്റ് ഗെറ്റ് ക്യാൻസൽ. ഓക്കെ, സോ വാട്ട് ഈസ് ലെഫ്റ്റ്? ε1 by ε2 is equal to L1 by L2. Right? Very important relation.
Very easy to see when cell of EMF epsilon 1 is included and cell of EMF epsilon 2 is included. Their ratio is equal to the ratio of the balancing length. That is interesting. EMF കാണുന്നതിന് പകരം റേഷ്യോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതിൻ്റെ ബാലൻസിങ് ലെങ്ത് ഇത് നോക്കിയിട്ട് എഴുതിയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ഓക്കെ, ലാബിൽ 2 സെല്ല് നിങ്ങൾക്ക് തരും. റേഷ്യോ ഓഫ് EMF ആണ് ചോദിക്കുക. ടേക്ക് ദ ബാലൻസിങ് ലെങ്ത് ratios. Is that clear? Yes. Okay. So that part is all. Which was the first part? To compare the EMF of 2 cell. Clear ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി കേട്ടോക്കുക, റിപ്പീറ്റ് ചെയ്ത് കേട്ടോക്കുക. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ? ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ. ഇൻ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് ഹൗ ടു കമ്പയർ ദ EMF ഓഫ് എനി 2 cells എന്നല്ലേ പഠിച്ചത്. നെക്സ്റ്റ് വി ഹാവ് ടു സീ how you are going to calculate internal resistance of the given cell. അപ്പോൾ സർക്യൂട്ട് നോക്കാം. സർക്യൂട്ടിലൊരു മൈനർ ചേഞ്ച് ഉണ്ട്. ആദ്യം ഇവിടെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. സി ദിസ് വൺ, ദിസ് ഈസ് പൊട്ടൻഷ്യോമീറ്റർ. എന്താ ചേഞ്ച് നോക്കൂ. ഇവിടെ നമ്മൾ ഒരു സെൽ എടുത്താൽ മതി. ഓൺലി 1 cell വിത്ത് EMF epsilon we have to take. ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് ഒരു സെല്ലിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. Hope you know what is internal resistance. What is it? It is the resistance offered by the electrolyte, electrodes, etc. It's actually an intrinsic property of the cell. ഒരിക്കലും നമുക്ക് പുറമേ നോക്കിയാലൊന്നും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓംസ് ലോ വെച്ചും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തേ പറ്റൂ? ഇങ്ങനെ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ പറ്റും. Isn't that amazing? Let us do. The experiment is very easy. Okay. Let me explain what is it. ഇതാണ് റെസിസ്റ്റൻസ് ബോക്സ്. ഇവിടെ കണ്ടോ നിങ്ങൾ 6 എന്നുള്ളത്? 6 ആണിത് കേട്ടോ. റെസിസ്റ്റൻസ് ബോക്സ് ആണിത്. പിന്നെ ഒരു എക്സ്ട്രാ നമ്മളൊരു കീ കൂടി കൊടുക്കുന്നുണ്ട്. ഈ 1 way കീ ഉണ്ടല്ലോ, ഇത് പ്രൈമറിയിൽ കൊടുത്തല്ലാതെ ഇവിടെ നമ്മളൊരു എക്സ്ട്രാ കീ കൂടി കൊടുക്കേണ്ട. അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. സി, പ്രൈമറി സർക്യൂട്ട് സെയിം തന്നെയാണ്. നേരത്തെ അതേ, ഞാൻ ചേഞ്ച് ഒന്നും ചെയ്തില്ല. ഇവിടെ മാത്രം ഒരു ചേഞ്ച് വരുത്തിയുള്ളൂ. ഇനി ഇവിടെ നോക്കൂ, സെല്ല് with epsilon, EMF epsilon, and this is K2 and this is R. പുതിയ അഡീഷൻ ഇതാണ്. കീ K2 and a new resistor, resistance box R. ഓക്കെ, ഇത്രയാണ് സർക്യൂട്ട്. നോക്കിയാലോ. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ആദ്യം ചെയ്ത് തന്നെ. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ, ഫസ്റ്റ് വൺ, when K2 is open. K2 ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ K2 ഇതിലൂടെ പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. K2 നമ്മൾ ഊരിട്ടതാണ്. K2 ഓപ്പൺ മീൻസ് ദിസ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീ ഇട്ടാലേ കറണ്ട് പോകും അതിലൂടെ. അപ്പോൾ ഓപ്പൺ ആയിട്ടാണ് K2 ഇട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ബോക്സ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ഈ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കും. ഈ സർക്യൂട്ട് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? നേരത്തെ അതേപോലെ, നേരത്തെ ചെയ്ത് തന്നെ നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്ന ഈ EMFനെ ഇതിൽ കൊടുക്കും. നമ്മൾ ബാലൻസിങ് ലെങ്ത് ചെക്ക് ചെയ്യും. whenever the potential drop in the potentiometer exactly matches with this EMF, galvanometer will show zero deflection. ശരിയല്ലേ? അതേ മെത്തേഡ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഇക്വേറ്റ് ചെയ്തിരുന്നത്? റിമെമ്പർ, at that time the EMF epsilon which is equal to 5 into L1. What is L1? ഫസ്റ്റ് ബാലൻസിങ് ലെങ്ത്. എപ്പോൾ? നമ്മൾ എപ്പോഴാണോ സെല്ല് മാത്രം, അതായത് ഈ K2 ഓപ്പൺ ആയ കേസിൽ ഉണ്ടാകുന്ന ബാലൻസ് ലെങ്ത് ആണ് ഈ L1. ഓക്കെ, അപ്പോൾ 5 into L1 കിട്ടി. ദിസ് ഈസ് സിമിലർ ടു വാട്ട് വി ഹാവ് ഡൺ ഇൻ കമ്പാരിസൺ ഓഫ് EMF. അപ്പോൾ അത് സെറ്റായി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് പ്രോസസ്സാണ് ശ്രദ്ധിക്കേണ്ടത്. വെൻ K2 ഈസ് ക്ലോസ്ഡ്, വാട്ട് ഈസ് ഹാപ്പനിങ്? K2 ക്ലോസ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ മാറുകയാണ്. When K2 is closed, current will also flow through this. അല്ലേ? അപ്പോൾ ഈ റെസിസ്റ്റൻസ് കൂടി ഈ സർക്യൂട്ടിൽ ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ തികച്ചും നമ്മളെ ബാലൻസ് ലെങ്ത് ന്യൂ ആവൂലേ? യെസ്, ബാലൻസ് ലെങ്ത് വിൽ ഷിഫ്റ്റ് ബിക്കോസ് ഓഫ് ദ എഫക്റ്റ് ഓഫ് ദിസ് റെസിസ്റ്റൻസ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സെല്ലിൻ്റെ EMF മാത്രം നോക്കിയാൽ പോരാ, ഈ റെസിസ്റ്റൻസിൻ്റെ ആ ഇൻക്ലൂഷനും കൂടി നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു വോൾട്ടേജ് മെഷർ ചെയ്തു എന്ന് കരുതുക. ഞാനൊരു വോൾട്ട്മീറ്റർ ഇതാ കൊടുത്തു. അപ്പോൾ അതൊരു മോഡിഫൈഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും. കാരണം
ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് കൂടി വരും. അപ്പോൾ സെല്ലിൻ്റെ EMF മാത്രം നോക്കിയാൽ പോരാ, ഇതും കൂടി നോക്കണം. ഓക്കെ, സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ട് മീറ്റർ റീഡിങ്ങിനെ ഞാൻ V എന്ന് വിളിക്കാം. ഓക്കെ, സോ വെൻ യു ആർ ഇൻക്ലൂഡിങ് R, when K2 is closed, what is actually happening? You can't write now E equal to. You should modify it as V equal to. Okay, so what is it? V is equal to any 5 into തന്നെ എഴുതാം. ബാലൻസിംഗ് ലെങ്ത് ഇവിടെ 5ക്ക് ഒരു ചേഞ്ചും വരുന്നില്ലല്ലോ. പൊട്ടൻഷ്യോമീറ്ററിന് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതല്ലേ, അതിലൊരു വ്യത്യാസം വരില്ല. അപ്പോൾ 5 ഇൻറ്റു ന്യൂ ബാലൻസിംഗ് ലെങ്ത് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്താൽ ആദ്യത്തേതിനെ നമ്മൾ L1 വിളിച്ചെങ്കിൽ രണ്ടാമത്തേതിൻ്റെ ബാലൻസിംഗ് ലെങ്ത് ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് L2. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഉണ്ടല്ലോ. സോ ദിസ് ഈസ് ദ മോഡിഫിക്കേഷൻ in this case when your K2 is closed. And one more thing ഞാനിവിടെ എഴുതാൻ പറ്റുന്നത് V എന്ന് പറഞ്ഞാൽ 5 into L2 from potentiometer. What we have studied so far. അതല്ലാതെ V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സർക്യൂട്ടിലൂടെ I എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്താൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് R ഉണ്ട്, അതിൻ്റെ അക്രോസ് തന്നെയല്ലേ ഈ വോൾട്ട് മീറ്റർ റീഡിംഗ് എടുക്കുന്നത്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് അല്ലേ ഈ മൊത്തം വോൾട്ട് മീറ്റർ റീഡിംഗ് വരുന്നത്. സോ കറണ്ട് I ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ how will you write voltmeter reading in terms of resistance? V is nothing but I into R. ഇതൊന്ന് ഓർത്ത് വെക്കണം, നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് യൂസ് ചെയ്യും. V എങ്ങനെ IR എന്ന് വന്നത് മനസ്സിലായോ? ഓംസ് ലോ. എപ്സിലോൺ ഈക്വൽ ടു എന്നല്ലല്ലോ, V ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ആസ് ഇഫ് I is the current through the circuit, I into R എന്ന് എഴുതി. ഓക്കെ, so anyways we got two equations. Epsilon equal to 5 into L1 and V is equal to 5 into L2. What will be the next step? ഈ 5 കണ്ടാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ പറ്റും. So what is the step? You had to divide the equation, right? So I am going to divide 1 with 2. What you will get? Epsilon by V is equal to, what is next? 5 into L1 by 5 into L2. See here also 5 is not going to trouble us, it get cancelled. So what is left? Epsilon by V is equal to L1 by L2, right? So we got epsilon by V as L1 by L2. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് മുന്നേ വരെ പഠിച്ചൊരു ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? റിമെമ്പർ ദ ഇക്വേഷൻ ഓഫ് എപ്സിലോൺ. കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മ ഉണ്ടോ? സെൽസ് EMF ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പറയുന്ന ആ പാർട്ടിൽ ഞാൻ ആദ്യം ബിഗിനിങ് ഈ സെക്ഷൻ തുടങ്ങിയപ്പോൾ കറണ്ടിനൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലാത്തവരൊന്ന് മറച്ചു നോക്കണേ. കറണ്ട്, മോഡിഫൈഡ് കറണ്ട്, അതായത് റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്ത മോഡിഫൈഡ് കറണ്ട് എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ R പ്ലസ് R എന്നാണ്. ഒന്നുമില്ല, ഓൾറെഡി ഉള്ള റെസിസ്റ്റൻസ് പ്ലസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി വരും, അതാണ് എഫക്റ്റ്. ന്യൂ കറണ്ട് ഈസ് ഈക്വൽ ടു. സോ വാട്ട് ഈസ് എപ്സിലോൺ ഈക്വൽ ടു? ഇത് മറന്നുപോയവരും മറച്ചു നോക്കുക കേട്ടോ ഈ എക്സ്പ്രഷൻ. വാട്ട് ഈസ് എപ്സിലോൺ ഈക്വൽ ടു? I into R plus R. Okay, so what is epsilon? I into R plus R. ഇത് എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ സെൽസ് EMF ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പറയുന്ന ആ ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സെല്ല് നോർമലി കണക്ട് ചെയ്താൽ ഒരു എക്സ്റ്റേണൽ ലോഡ് R കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മോഡിഫൈഡ് ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ എപ്സിലോൺ ബൈ V ഈസ് ഈക്വൽ ടു L1 ബൈ L2 ആണല്ലോ. യെസ്, ഇതിൽ ഈ എപ്സിലോണിൻ്റെ പ്ലേസിൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. ഓക്കെ, ഇനി ഇവിടെ ഒരു V എന്ന് കണ്ടോ, ആ Vൻ്റെ പ്ലേസിൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസും നമ്മൾ ഈ ഇക്വേഷനിൽ ചെയ്യും. എപ്സിലോണിന് ഇതും Vക്ക് ഇതും. സോ ലെറ്റ് us see what we are getting. What was our equation? നമുക്കുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എപ്സിലോൺ ബൈ V ഈസ് ഈക്വൽ ടു L1 ബൈ L2 എന്നാണ് ഇപ്പോൾ കിട്ടിയത്. ഇനി വാട്ട് ഈസ് എപ്സിലോൺ? I into R plus R. Okay, what is V? I into R, capital R ആണേ, മാറിപ്പോരുത്, which is equal to L1 by L2. ഇനി ഏതാ ക്യാൻസൽ ആയി പോവുക? I and I cancel. What is left? R plus R
divided by R is equal to L1 by L2. ഇതിൽ നോക്കിക്കേ, ഈ R എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്. അപ്പം ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R by R plus small r by capital R എന്ന് വരും. R by R എന്ന് പറയുന്നത് 1 ആണ്. So what is left? 1 plus small r by R is equal to L1 by L2. So from this, how will you get small r? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. R by R equal to L1 by L2 minus 1 അല്ലേ? അപ്പോൾ സ്മോൾ r എന്തായിരിക്കും ഫൈനലി? ക്യാപിറ്റൽ R ഇൻറ്റു L1 by L2 minus 1. Very important equation. Okay? The internal resistance of the cell small r is equal to capital R എന്ന് പറയുന്നത് എന്താ? നമ്മൾ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റേഴ്സ് ആണ്. R ഇൻറ്റു L1 by L2 minus 1. Is that clear? നമ്മൾ ഡിഫറെൻറ്റ് സെറ്റ് ആറിനാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുക നമ്മൾ ലാബിൽ. ഓക്കെ, R ഒരു വാല്യൂ എടുക്കും, പിന്നെ R നെക്സ്റ്റ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു 5-6 വട്ടം ട്രയൽ ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂസ് നമുക്ക് ചെയ്തിട്ട് ഫൈനലി ഒരു R ഒന്ന് മീൻ വാല്യൂ ഓഫ് R എടുത്തിട്ടാണ് ആക്യുറേറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ സ്മോൾ r? internal resistance capital R into L1 by L2 minus 1. ക്ലിയർ? ഈ ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കണം, പ്ലസ് ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, കാരണം നമുക്ക് ലാബിൽ എക്സ്പെരിമെൻറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യും? 6 ഡിഫറെൻറ്റ് വാല്യൂസ് ഞാൻ ഊരിയിട്ട് ഡിഫറെൻറ്റ് ബാലൻസിങ് ലെങ്ത്തൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോ വട്ടം ചെയ്തിട്ട് ഫൈനലി സ്മോൾ ആറിനെ കൺസോളിഡേറ്റ് ചെയ്യും. ക്ലിയർ? പിന്നെ ഒരു കാര്യം ഇവിടെ എക്സ്ട്രാ പറയാനുള്ളത്, ഈ പൊട്ടൻഷ്യോമീറ്ററിനെ ഒരിക്കലും ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. കാരണം ഈ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത് ഈ സെല്ലിനെ കൊണ്ടല്ല. ഏതിനെ കൊണ്ടാണ്? നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ബാറ്ററി എലിമിനേറ്റർ ഇല്ലേ, ഇതാണ് ആൾ. അപ്പോൾ ഇയാളാണ് ഈ സെല്ലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലാതെ ഇതല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സെല്ല് അത്ര സ്റ്റഡി ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അല്ല നമുക്ക് തരാം. ബാറ്ററി എലിമിനേറ്റർ മോറോലെസ് സ്റ്റഡി ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് തരാം. പൊട്ടൻഷ്യോമീറ്ററിനെ ഈ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസോ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യില്ല. ഇതെന്നൊക്കെയാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. സോ വി ഹാവ് സ്റ്റഡീഡ് കമ്പാരിസൺ ഓഫ് EMF as well as how to find internal resistance of the given cell. Hope you understood. Whatever doubt you have, clarify it. ഇത് എല്ലാത്തിൻ്റെയും നോട്ട് ഞാൻ PPT ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.